26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമേകുന്ന പുതിയ ക്ഷാമബത്ത അഥവാ DA വർധനവിനായുള്ള കാത്തിരിപ്പ് അവസാന ഘട്ടത്തിൽ. ജീവനക്കാരുടെ DA നിരക്കുകൾ ഇത്തവണ 3 മുതൽ 4% വരെ വർദ്ധിച്ചേക്കുമെന്നാണ് ധനമന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. ലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമേകുന്ന പുതിയ DA വർധനവിനായുള്ള കാത്തിരിപ്പ് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും പണപ്പെരുപ്പവും കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ തങ്ങളുടെ ജീവനക്കാരുടെ DA നിരക്കുകൾ ഇത്തവണ 3 മുതൽ 4% വരെ വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് ധനമന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര ധനമന്ത്രാലയം ജീവനക്കാരുടെ ക്ഷാമബത്ത 58% നിന്ന് 60% ഉയർത്തിക്കൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരുന്നു ഈ 2% വർധനവ് നടപ്പിലാക്കിയത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത ഘട്ട പ്രഖ്യാപനത്തിനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ സജീവമാകുന്നത്. സാധാരണഗതിയിൽ വർഷത്തിൽ 2 തവണയാണ് കേന്ദ്ര സർക്കാർ ക്ഷാമബത്ത പുതുക്കി നൽകാറുള്ളത്. അതായത് ജനുവരിയിലും ജൂലൈ മാസത്തിലും. ജൂലൈ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിലായി പുറത്തുവരുന്ന പുതിയ പ്രഖ്യാപനത്തിലൂടെ DA നിരക്ക് 63% അല്ലെങ്കിൽ 64% ഉയർന്നേക്കും. ഈ ആനുകൂല്യം നേരിട്ട് ബാധിക്കുന്നത് രാജ്യത്തെ ചില വിഭാഗങ്ങളെയാണ്. ഏകദേശം 50 ലക്ഷത്തോളം വരുന്ന സജീവ കേന്ദ്ര സർക്കാർ ജീവനക്കാർ, പിന്നീട് ഡിഫൻസ്, റെയിൽവേ ജീവനക്കാർ ഉൾപ്പെടെയുള്ള 65 ലക്ഷത്തിലധികം വരുന്ന പെൻഷൻകാരെ. ശമ്പള മാട്രിക്സ് പ്രകാരം 1 മുതൽ 18 വരെയുള്ള വിവിധ ലെവലുകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അടിസ്ഥാന ശമ്പളത്തിന് ആനുപാതികമായ വലിയ തുക ബാങ്ക് അക്കൗണ്ടുകളിലെത്തും. ലേബർ ബ്യൂറോ പ്രതിമാസം പുറത്തുവിടുന്ന അഖിലേന്ത്യാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ DA കണക്കാക്കുന്നത്. 7ാം ശമ്പള കമ്മീഷൻ നിർദ്ദേശിച്ച 12 മാസത്തെ ശരാശരി ഫോർമുലയാണ് ഇതിനായി കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.